മാറുന്നു. കട്ടി എന്ത് കാണിച്ചാലും എന്ത് സംഭവിക്കാം കേട്ടോ. നമ്മളൊരു കണ്ടന്റ് എങ്ങനെയാണല്ലോ. നമ്മളൊരു പേടിയില്ല ചേച്ചിക്ക്, അത് കുഴപ്പമില്ല. എന്റെ കളി ഞാൻ സഹിച്ച്. എപ്പോഴാ പ്രതീക്ഷിച്ച കളി ആണോ? നമസ്കാരം. നമ്മളുള്ള സ്ഥലം കൊല്ലത്ത് കല്ലുവാതിക്കലാണ് കേട്ടോ. അപ്പം എന്നാ നമ്മുടെ പണ്ട് നമ്മുടെയൊക്കെ 90 കിഡ്സിലുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. പണ്ട് കല്ലുവാതിക്കൽ വിഷമദ്യ ദുരന്തം നടന്ന സ്ഥലം മണിച്ചിര സ്ഥലമല്ലേ, ആ സ്ഥലമാണത്. ഞാനൊക്കെ എനിക്കൊന്ന് 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലെങ്ങനെ പഠിക്കുമ്പോൾ 7ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലെങ്ങനെ പഠിക്കുമ്പോൾ കേട്ടോ ഈ ഒരു സംഭവം നടന്നത്. അന്ന് നമ്മൾ വയനാട്ടുകാരനാണല്ലോ. അപ്പോൾ നമുക്കറിയാം ഈ കല്ലുവാതിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങോട്ടൊക്കെ വരുന്നു തുടങ്ങിയത്. അപ്പം ആ കല്ലുവാതിക്കലാണ് നമ്മളുള്ളത്. അതൊക്കെ മാറ്റി നിർത്താം. ഇപ്പൊ ഇവിടെ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡോഗ് ഉണ്ട്. ജർമ്മൻ ഷെപ്പേർഡോ, പേരെന്താ അവന്റെ? റോക്കി. അപ്പൊ ചേച്ചി എനിക്ക് ഒരാഴ്ച മുമ്പ് മെസ്സേജ്, 2 ആഴ്ച മുമ്പ് മെസ്സേജ് അയക്കുന്നത്, എനിക്ക് ഇതിന്റെ ഡോഗ് ഉണ്ട് ഇങ്ങനെ, എന്റെ ഡോഗ് ഇങ്ങനെ ആരോടും ഇണങ്ങലില്ല, ചേച്ചിയോട് മാത്രം അല്ലേ. എങ്ങനെയാ അവന്റെ ക്യാരക്ടർ ചേച്ചി പറഞ്ഞു? അവനെ ആരും വേറെ ആരും പുറത്തിറക്കാനൊന്നും സമ്മതിക്കത്തില്ല. അതിന് തൊട്ടാവൻ കടിക്കും. അങ്ങനെയാണ്. പിന്നെ വീട്ടിലെല്ലാരോടും എങ്ങനെയാ? വീട്ടിലെ എല്ലാവരുടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മോന്റെ കൂടെ ഭയങ്കര സ്നേഹമായിരുന്നു. മോ ഇതേക്ക് വെക്കേഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ തൊടുമ്പം അനങ്ങത്തില്ല. പക്ഷെ കൈ മാറ്റുന്ന സമയത്ത് കൈ കയറി പിടിച്ച്. കഴിഞ്ഞ വട്ടം അങ്ങനെ വാക്സിൻ എടുത്തു. അങ്ങനെ ഇപ്പൊ അതുകൊണ്ട് ആരും അങ്ങനെ തൊടുവില്ല. ഇവക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഇവളിപ്പൊ തൊടാൻ സമ്മതിക്കും. കാണിച്ചിട്ടില്ല അണ്ണനും. പിന്നെ എങ്ങനെയാ വെച്ചാൽ അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അവന് പുറത്തൊന്നും ഇറക്കാനുള്ള ധൈര്യം ഇല്ല. എന്ന് വെച്ചാൽ ഇവൻ പെട്ടെന്നാണ് അവ ഇങ്ങനെ ചാടി നമ്മളെ ദേഹത്തങ്ങ് ചേട്ടൻ മാറി, ചേട്ടൻ വീഡിയോ വരുന്നില്ല എന്ന് പറഞ്ഞേ. അപ്പൊ ചേച്ചിയാണ് നമുക്ക് ചലഞ്ച് തന്നേക്കുന്നത്. അപ്പൊ ചേച്ചിയോട് മെസ്സേജ് അയച്ചു പറഞ്ഞായിരുന്നു ഇങ്ങനെ ജസ്റ്റ് അവനൊന്ന് അല്ലെ ഒന്ന് ഇറക്കി കാണിച്ചാൽ ഗ്രൂം ചെയ്യാനൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഒരാളെ വിളിച്ച്. അതെ. അപ്പൊ പുറത്തുനിന്ന് ഒരാളെ വന്ന് ഇറക്കി കാണാൻ വേണ്ടി ഒരു ആഗ്രഹമായിട്ട് അത്രേ ഉള്ളൂ. അപ്പൊ ചേച്ചി പറഞ്ഞാൽ ഇങ്ങനെ കടി കിട്ടുമോ കടിക്കുമോ എന്നൊക്കെ ഒരു ടെൻഷൻ പേടിയുണ്ട്. കടിക്കരുത്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മൾ സംസാരിക്കാനായിട്ട് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ടിജോ ഉണ്ടല്ലോ ഇന്ന് കൂടെ. അപ്പൊ നമുക്ക് ഇവിടെ ചേച്ചീനോട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ചേട്ടൻ പിന്നെ വീഡിയോ വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ മോളോട് അത്ര വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. ടീച്ചറിനോട്ട് ഞാൻ അവന്റെ ചെറിയൊരു അഗ്രഷൻ കാണിച്ചു തരാം. അപ്പൊ എങ്ങനെയാണ് അവന്റെ ഫീൽ എന്ന് കാണുമല്ലോ. അപ്പൊ നേരെ നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഞങ്ങൾ മാറി നിന്നാണ്. അവിടെ വെയിലായതുകൊണ്ട് ഇതുണ്ട്. അതാണ് ഡോഗ് കേട്ടോ. കിടക്കുന്നവനാണ് അവൻ. ടീച്ചർ ഒരു 8X ഇട്ടടാ അവന്റെ മുഖം ഒന്ന് കാണിച്ചു കൊടുത്ത്. അപ്പോൾ ചേച്ചിക്കൂടെ കുറെ കോഴി, പശു, വേറൊരു പട്ടിയുണ്ട്, പിന്നെ കുറെ ജീവജാലങ്ങൾ ഉള്ളതുകൊണ്ട് കുറച്ച് ക്രൗഡായിരിക്കും സൗണ്ട് കിട്ടോ. ആ ഒരു വിഷയം നിങ്ങൾ എന്തായാലും കേൾക്കേണ്ടി വരും. കോഴിയൊക്കെ ഇടയ്ക്ക് കൂവുന്നുണ്ടാവും ഇതിൻ്റെ ഇടയ്ക്ക് സൗണ്ടിൽ. അപ്പം അവന്റെ പേരെന്താ? റോക്കി അല്ലേ ചേച്ചി? റോക്കി. ഇപ്പഴ കിടന്ന് കുറയ്ക്കുന്നതിന്റെ പേരാ നമ്മുടെ മിനാറ്റോ. ഓ ഭയങ്കര പേരാണ് മിനാറ്റോ. മിനാറ്റോ എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ കിടന്ന് കുറയ്ക്കുന്നത്. അത് സ്പിറ്റ്സാണ്, ഇന്ത്യൻ സ്പിറ്റ്സ് ആട്ടോ. അപ്പോൾ ടീച്ചറിനോട്ട് കാണിച്ചു തരാം. ഞാൻ തന്നെ ഷൂട്ട് ചെയ്യാം. ഞാൻ ഇവിടെ നിൽക്കാം. ഇവിടെ നമുക്ക് ഇച്ചിരി ലോങ്ങിൽ കാണിച്ചു തരാം. ഓക്കെ. ഇച്ചിരി വിഷയൊക്കെ പേടിയാന്നുണ്ടോ? ചേച്ചിക്ക് പേടിയാന്നു. റോക്കി ഇച്ചിരി വിഷയക്കാരാണ്. റോക്കി റോക്കി ഒരു മിനിറ്റ്. ഇതാരത്? കിനാറ്റ് വന്ന് എന്റെ കൊച്ചി. ഓ നമ്മുടെ ഫ്ലാറ്റായി. ഞങ്ങളുടെ ഫ്ലാറ്റായി കേട്ടോ. ഞങ്ങളുടെ ഫ്ലാറ്റായി. ഇവനോട് കച്ചറ ഉണ്ടാവുള്ളു അവൻ. എന്താ അങ്ങനാടാ? നിന്നെ അല്ല, ഇന്ന് വേറൊരാളെ കേട്ടല്ലോ. ശരിയാക്കട്ടോ. കിടന്ന് ഞങ്ങള് കിടന്ന ഇവിടെ കേട്ടോ. ഇവിടെ വേറൊരു ഭീകരണ്ടെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കും വെച്ച് കുറച്ചു നേരം കേട്ടോ. റോക്കി ഓക്കെ. ഇവിടെ വെയിലാണല്ലോ റോക്കി. വെയിലാണല്ലോടാ ഇവിടെ. ഭയങ്കര വെയിലാണല്ലോ. ആഹാ റോക്കി. റോക്കിയേ എടാ ഭയങ്കര വെയിലാണല്ലോ ഇവിടെ. എന്റെ മുഖമൊന്നും കിട്ടുന്നില്ല. മുഖമൊന്നും കിട്ടുന്നില്ല ഇവിടെ. ശരിയാണോ? എടാ ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് ചെയ്ത ജർമ്മന്റെ വീഡിയോ ഉണ്ടല്ലോ, അതുപോലെ തന്നെ അല്ലേ ടീച്ചർ? മറ്റേ കോട്ടയത്തെ ചെയ്തപോലെ. അവന്റെ പേരെന്താ? എന്തൊരു പേരാണ്? എന്തൊരു സെഡോ എന്തൊരു പേരായിരുന്നു. നിന്നെ പോലെ ഒരാളെ ഞങ്ങൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. നിന്നെ അതേ സ്വഭാവം. കടിയൊരു കടി. നോക്കി ഫുള്ള് കടി. എന്താ ആരെ കണ്ടെല്ലാം കടിക്കണം നിനക്ക്? ഓക്കെ
നീ ആരെ കണ്ടാലും കടിക്കോ? എന്താ കടി എന്തിനാ? നമ്മൾ ശാന്തരാകുക, മനസ്സിലായില്ലേ? നമ്മളെ ശാന്തി സമാധാനം വേണം. നമ്മൾ അനാവശ്യമായിട്ട് ആരെയും കടിക്കരുത് കേട്ടാ. ആവശ്യമുള്ളത് മാത്രം ആരെയും കടിച്ചാൽ മതി കേട്ടാ. ഈ മുഖം പോന്ന് പോക്കൊക്കെ എന്താ ശരിയാക്കട്ടോ തന്നെ. അടി വാങ്ങുന്നുണ്ടേ അല്ലേ? ദേഷ്യാണല്ലോ നമ്മള്. ഭയങ്കര ദേഷ്യാണല്ലോ ഇവിടെ ഇവിടെ. ഭയങ്കര ദേഷ്യാണല്ലോ നീ. ഭയങ്കര ദേഷ്യാണല്ലോ. പക്ഷേ എന്തിനാ ഇത്ര ദേഷ്യം? എന്തിനാ ഇത്ര ദേഷ്യവും? എന്തിനാ ഇത്ര ദേഷ്യം? ഭയങ്കര ദേഷ്യം. ഭയങ്കര ദേഷ്യമാണല്ലോ. എന്തിനാ ഇത്ര ദേഷ്യം? എന്താ വലിയ കൂടൊക്കെ ആണല്ലോ നമുക്ക്. മുഖം ക്ലിയർ ആയി കിട്ടുന്നില്ല, വെയിലടിക്കുന്നുണ്ട്. അപ്പൊ അവരെ കാണിച്ചു കൊടുക്കണ്ടേ? ഈ സുന്ദരനാന്ന് കാണിച്ചു കൊടുക്കണ്ടേ? എന്താ ഞാൻ എന്ത് കാണിച്ചാലും എന്ത് കാണിച്ചാലും കടിയല്ലേ? എന്തിനും കടി, ഏതിനും കടി. എന്താണ് കൊച്ചി? എന്താണ് എന്താണ് എന്തിനാണ് നോക്കി വന്നത്? ചേട്ടാക്കി ഷെയ്ക്കാനോ? ഷെയ്ക്കാനാടാ ഷെയ്ക്കാനെന്ന് നമുക്കൊന്ന് പുറത്തിറങ്ങി കയ്യിലേക്ക് നടന്ന് തിരിച്ചു വരണം. അത്ര വേണം നമ്മുടെ പരിപാടി. പോയാലോ നമുക്ക്? പോവാ നമുക്ക്. എന്തിനാണ് കച്ചറ? ഈ കച്ചറ എന്തിനാണ്? ഫുള്ള് കടിയാണ്. എന്തിനും കടി അല്ലേ? എന്തിനും കടി. ഒരു കമ്പില്ല നിന്ന് കാണിക്കാൻ തരാനില്ലല്ലോ. എന്തിനും കടി, എന്തിനും കടി. ഇന്നടുത്ത് തിന്നെ. കൊണ്ടുപോ, ഇതും കൊണ്ടുപോ. ചേവർത്തിന് പോവാ ഇപ്പൊ. എന്താണ് കൊച്ചിന്റെ വിഷയം? എന്താണ്? വാങ്ങൂ. ഇവരെന്താ ഇങ്ങനെ? ഇവരെന്താ ഇങ്ങനെ? ഇവരെന്താ ഇങ്ങനെ? ഇവരെന്താ അങ്ങനെ? എന്താ അങ്ങനെ? നിങ്ങൾക്ക് ഇങ്ങനെ ആയിക്കൂടായിരുന്നു? സാധാരണ ഉണ്ടല്ലോ, ഒരു സ്പിറ്റ്സും ജർമ്മനുള്ള വീട്ടിൽ സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ അഗ്രഷൻ കാണിക്കുന്ന സ്പിറ്റ്സ് ആയിരിക്കും. ജർമ്മൻ പാവമായിരിക്കും. അങ്ങനെയാണ് പൊതുവെ നമ്മൾ കണ്ടത്. ആരെങ്കിലും നമ്മുടെ ആരുടെങ്കിലും വീട്ടിൽ ഇതുപോലെ ജർമ്മനും സ്പിറ്റ്സ് ഒരുപോലെ ആൾക്കാരെന്ന് കമന്റ് ചെയ്തിട്ടോ. ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ ജർമ്മൻ സ്പിറ്റ്സ് വീട്ടിൽ സ്പിറ്റ്സ് ഭയങ്കര അഗ്രഷനും അത് ഭയങ്കര കൊലയും, ജർമ്മൻ പാവമായിരിക്കും. ഇത് നേരെ തിരിച്ചവൻ അല്ലേ? ഇവിടെ നമ്മൾ നേരെ തല തിരിഞ്ഞു. നമ്മൾ നേരെ തല തിരിഞ്ഞു പോയി. നമ്മൾ നേരെ തല തിരിഞ്ഞല്ലേ? ഇറങ്ങി ഉടനെ കടിക്കോ നീ? ഇറങ്ങി ഉടനെ ഒന്ന് കടിക്കോ നീ? കടിക്കോടാ? കയ്യേലോ? കയ്യെ പിടിക്കണ ഇപ്പൊ? കയ്യിലെ പിടിക്കണ? കയ്യിലെ പിടിക്കണ? കയ്യിലെ പിടിക്കണ തന്നെ? കയ്യിലെ പിടിക്കോ നീ എന്നെ? നിനക്ക് അടിക്കണോ? എത്ര നിർബന്ധം അടിക്കണമെന്ന്? ഈ ജർമ്മനി വേറെ സംഭവം കേട്ടോ. നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള എല്ലാ ജർമ്മനി വീഡിയോയിലും അറിയാം. ജർമ്മൻ ആ കൂട്ടിൽ നിന്ന് ഇറങ്ങുന്ന സെക്കൻഡുകളുണ്ടല്ലോ, ഏകദേശം ഒരു 2-3 സെക്കൻഡ്, 3 സെക്കൻഡ് ഒന്നുമില്ല, ആ മൈന്യൂട്ട് സെക്കൻഡാണ് ഏറ്റവും കൂടുതൽ കടി വന്നിട്ടുള്ളത്. കടിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. നമ്മൾ പെരുമ്പാവൂർ ചെയ്തൊരു വീഡിയോ ഇരിക്കോ, ഒരു അച്ചായൻ്റെ, അതും ഇതുപോലെ തന്നെ ഇറങ്ങി ജസ്റ്റ് ഇതുപോലെ ഇവൻ്റെ അത്ര സൈസാണ് കേട്ടോ. അത് ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി ഇവിടെ നിന്ന് ഒരു പോയിന്റ് ഔട്ട് ഒരു സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് ഒക്കെ മുമ്പ് കയറി അറ്റാക്ക് ചെയ്യാൻ വന്നു. പക്ഷെ കടിച്ചില്ല, ജസ്റ്റ് ഇങ്ങനെ അവൻ ശ്രമിച്ചു. അതുപോലെ നമ്മൾ ഈ ലാസ്റ്റ് ചെയ്ത ഇപ്പോൾ റീസെന്റ് ഈ പുതിയ പ്രഷർക്ക് അറിയാം, നമ്മൾ റീസെന്റ് ഇത് കോട്ടയത്തെ വീഡിയോ. അതുപോലെ തന്നെ അവനിങ്ങനെ ഇറങ്ങി ജസ്റ്റ് ഇങ്ങോട്ട് അവൻ്റെ ആ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് മാറുന്നവരെ 2 വട്ടം ബൈറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഇവരും അതേ സ്വഭാവക്കാരനാട്ടോ. അപ്പോൾ ഇറങ്ങി ചിലപ്പോൾ കൂടെ അങ്ങ് വരും. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി അങ്ങ് പോകുമ്പോൾ ഭയങ്കര ബൈറ്റിംഗ് ടെൻഡൻസ് ഉണ്ട്. വാ കൊച്ചിങ് നമുക്ക് പോയാലോ? പോവാം നമുക്ക്. ഇല്ല ലീഷിന്ന് കണ്ടിട്ട് അവൻ ദേഷ്യക്കാരൻ അല്ലേ? ദേഷ്യക്കാരനാണ് ഭയങ്കര. ആണോ? എന്തിനാ ദേഷ്യം? എന്തിനാ? ഞാൻ പോയി കഴിയുമ്പോഴേ നിന്റെ അമ്മച്ചി നിന്നെ ഗ്രൂം ചെയ്യിക്കണമെന്ന് പറഞ്ഞേ. നാഗം പെട്ടെന്നൊക്കെ ആള് വരുന്നുണ്ട്, നിന്നെ പിടിച്ചു വെക്കുമായിരുന്നു. ഞെക്കി പീച്ചു കണ്ടോ? അല്ല അടങ്ങിയിരുന്നോ? ഞെക്കിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ കേട്ടോ. അവര് വരുമ്പോ നിന്നെ പിടിക്കും. അവരിങ്ങനെ നല്ല പിടിക്കാട്ടാ. അവര് ഇച്ചിരി റൂഡായിട്ടൊക്കെ തന്നെ പിടിക്കും. നിന്റെ നഖമൊക്കെ പറ്റണമെന്നാ അമ്മച്ചി പറഞ്ഞോട്ടോ. എല്ലാം മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? എല്ലാം മനസ്സിലാവും. എന്താ അറിയാം?
ആണോ? മലയാളം എന്ത് പറഞ്ഞാൽ അറിയും. മലയാളം എന്ത് പറഞ്ഞാൽ അറിയും അല്ലേ? ഇച്ചിരി മലയാളം എന്ത് പറഞ്ഞാൽ അറിയുമെന്ന് പറഞ്ഞേ അല്ലേ? ബാ, പുതിയ ലീഷൊക്കെ ഉണ്ട് അമ്മച്ചി നിനക്ക് വാങ്ങിയിട്ടുണ്ട്. പുതിയ ലീഷ് ഇത് പുതിയ വാങ്ങിയതാ? പുതിയ ലീഷൊക്കെ വാങ്ങിയിട്ടുണ്ട്. വാ, ഇതിന് പുതിയ ലീഷൊക്കെ വാങ്ങിയിട്ടുണ്ട്. കൊണ്ടോട്ടെ തന്നെ. ഇറക്കിയാൽ ഒറ്റ പോക്കോ. വാ, ഇങ്ങനെ കയ്യാളെ കയറി പിടിക്കരുത്. കയ്യാളെ കയറി പിടിക്കരുത്. വാ, പോവാ നമുക്ക്. മുഖം മാറുന്നു, മാറുന്നു. എന്താടാ അവനെ ഈ ലീഷിൽ കുറച്ചേരം നോക്കി നിന്നിട്ട് അവന്റെ മുഖം അങ്ങ് മാറി കേട്ടോ. ലീഷിന് മുഖം ടിജോ ആ സൈഡായതുകൊണ്ട് കാണാൻ കിട്ടും. മുഖം പിടിച്ചിട്ട് ആശം പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങനെ ആക്കി. ഇങ്ങനെ ആക്കി. എന്നിട്ട് ടിജോ അങ്ങോട്ട് പോയിക്കോളാം. അച്ഛൻ അകലെ പോയിരുന്നോ. ഇനി ടിജോ ലോങ് ഷോട്ട് ചെയ്യട്ടോ. ടിജോ അടുത്തേക്കുന്നോണ്ട് നമുക്കൊരു ഒരു വൈബ് കിട്ടുന്നില്ല. ടീച്ചറെ മാറ്റിട്ടോ. ഇനി നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. കൊച്ചു ഞാനും മാത്രം കേട്ടോ. കൊച്ചു മാത്രം. പോണോടാ. കൊച്ചു ഞാനും മാത്രം. ഇറക്കിയോടാ. ശുഞ്ഞാവനെ ഇറക്കിയാ ചേട്ടാ. ഇടയ്ക്ക് ഇറക്കട്ടെ. കൊണ്ടോട്ടെ. ഇങ്ങനെ കൊണ്ടോട്ടെ തന്നെ. ഇത് ഞാനുള്ള വലുപ്പമില്ല നീ കേട്ടല്ലോ. നീ ഇതാണ് വലുപ്പമില്ല കേട്ടോ. അത് ഇറക്കാൻ പോയതാ. പോവാ നമുക്ക്. മാറ. ഇവിടാടാ. ശരിയാക്കും ചേട്ടായൻ. ശരിയാക്ക് നിൻ ചേട്ടായൻ. പോവാ. വാ, കയ്യെഴുതും കയറി പിടിക്കരുത്. പോവാ. എന്നാ വാ. പോരാ നമുക്ക്. കൊണ്ടോട്ടെ. കൊണ്ടോട്ടെ. ഇപ്പൊ ഡബിൾ മൈൻഡിലാട്ടോ. എന്ത് സംഭവിക്കുക അതാണ്. അവനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ഇറങ്ങിയ ആ ഇറക്കം ഉണ്ടല്ലോ, അത് പറയാൻ പറ്റില്ല. എങ്ങനെയാ അവർ പെരുമാറുന്നത് പറയാൻ പറ്റില്ല. ചേച്ചി ജസ്റ്റ് വേണമെങ്കിൽ ആ ചേട്ടൻ്റെ അടുത്ത് അവിടെ പോയിരുന്നോ. ഞങ്ങൾ ഇവിടെ നിന്ന് നടത്തിയാൽ കൊണ്ടുവരാം. ചേച്ചി ചേട്ടൻ്റെ അടുത്ത് പോയിരുന്നാൽ മതി. പേടിയുണ്ടോ ചേച്ചിക്ക്? അത് കുഴപ്പമില്ല. എൻ്റെ കടി ഞാൻ സഹിച്ച്. വേറെ ആരും കളിക്കായിരുന്നാ മതി അല്ലേ? വേറെ ആരും കളിക്കായിരുന്നാ അല്ലേ? കൊച്ചു നമ്മളെ കളിക്കുന്ന ചേച്ചിക്ക് പേടിയുണ്ടെന്ന്. എടാ പോവാം. വാ വാ പോവാ. അതെ അവിടെ പോകണ്ടോ. നമുക്ക് റോഡിലേക്ക് ഒന്ന് പോയിട്ട് വരാം. റോഡിലേക്ക് പോയിട്ട് വരാം. കടിക്ക് പറിക്കരുത് കേട്ടോ. കടിക്ക് പറിക്കരുത് കേട്ടോ. പറഞ്ഞാട്ടില്ല. ഇറങ്ങി ഓടരുത്. പോവാ. പോവാ. ആളൊരു ഡബിൾ കൺഫ്യൂഷനാണ്. ഞാനും കൺഫ്യൂഷനാണ്. അപ്പം എന്ത് സംഭവിക്കാം കേട്ടോ. നമ്മളൊരു കണ്ടന്റ് അങ്ങനെയാണല്ലോ. നമ്മളൊരു കാര്യം ചെയ്ത് തീർക്കാവുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പം നമ്മൾ ചുമ്മാ ഇവരെ ഇറക്കി നടത്തി ആ റോഡ് വരെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ചേച്ചിയുടെ കയ്യിലേക്ക് ഒന്ന് കൊടുക്കാൻ മതി. ചേച്ചി പറഞ്ഞാൽ ജസ്റ്റ് ഇവിടെ നിന്ന് ഇറക്കി നടത്തി കാണിച്ചായെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം അത്രേ ഉള്ളൂ. വാ പോവാ. ഞങ്ങൾ റോഡ് വരെ പോയിട്ട് വാ. ഓ എന്നെ വലിച്ചിലോട്ടാവും പോകുന്നു. ടിജോ ഓടി മടുത്ത്. ഇവനുണ്ടോ, ഇവൻ ഹെവി കേട്ടോ. നമ്മള് ആ കൂട്ടിൽ നിങ്ങൾ കണ്ട പോലെ അല്ല. കണ്ടോ അവന്റെ സൈസ് നോക്കി കാണിച്ചു. സൂം ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടോ. കണ്ടോ നമ്മൾ വിചാരിച്ചാലല്ല. ഇവനൊക്കെ നമ്മുടെ മേത്തേക്ക് ചാടി കയറി കഴിഞ്ഞാൽ സ്പോട്ട് നമ്മൾ വീഴും കേട്ടോ. അല്ലാടാ ഒരു 50 കിലോ ഉണ്ടാവില്ല രിജോ. 50 അടുത്തില്ലേലും നോർമലുള്ള ജർമ്മൻ സൈസ് അല്ല. ഇവന് ബോഡി കൊണ്ട് ഹെഡിനേക്കാളും കൂടുതൽ ബോഡീൻ്റെ അങ്ങോട്ട് നല്ല സൈസ് ഉണ്ട്. ഇവനൊക്കെ നമ്മുടെ മേത്തേക്ക് ചാടി കയറിയാൽ നമ്മൾ ആ സ്പോട്ടിൽ വീഴും. ചേച്ചി പിന്നെ പൊന്നുപോലായിട്ടോ നോക്കുന്നത്. ഹെൽത്തൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ആകെയുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ചേച്ചി പറഞ്ഞു കുളിപ്പിക്കാൻ പറ്റും, ചേച്ചിക്ക് തൊടാനും കുളിപ്പിക്കാനൊക്കെ പറ്റും. പക്ഷെ നഖം വെട്ടാൻ മാത്രം അല്ലേ ചേച്ചി? നഖം വെട്ടാൻ മാത്രം സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ചേച്ചിക്ക് സമാധാനമായോ? ഇങ്ങനെ പോയിട്ടുണ്ടോ ആരുടെയും കൂടെ? ചേച്ചി കടി പ്രതീക്ഷയായിരുന്നല്ലേ? പേടിയായിരുന്നു. എപ്പോ വേണം കടിക്കാൻ വിചാരിച്ച്? ആണോ? കടിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്? ചേച്ചിയെ കടിച്ചിട്ടുണ്ടോ?
എന്തെങ്കിലും എടുത്ത് കഴിക്കുമ്പോൾ ഞാൻ അതിന് പിടിച്ചു പറിക്കുക. പിന്നീട് അവന് ചിലപ്പോ അവൻ എന്തെങ്കിലും ഇഷ്ടം പക്ഷേ കടിക്കത്തില്ല. അപ്പൊ ചേച്ചിക്കും കടി തന്നിട്ടുണ്ട്, നല്ല കടിയായിരുന്നു. വേറെ ആരാ കടിച്ചിട്ടുള്ള? വീട്ടില് മോനെ കടിച്ച നല്ല കടിയായിരുന്നു. ആണോ? നിങ്ങള് മൈക്ക് കെട്ടം തരത്തില്ല ചേച്ചി? ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു വേറെ ആള് ഇങ്ങനെ ഇറക്കുന്ന കണ്ടല്ലോ. നമ്മള് പിന്നെ ഈ തൊടാനൊന്നും മുതിരുന്നില്ല കേട്ടോ. തൊടല് പിന്നെ ഇച്ചിരി സീനാന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ എന്റെ അടുത്ത് വേണമെങ്കിൽ ഇങ്ങനെ നിർത്തിക്കാം. ഏകദേശം ഞങ്ങൾ ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതി നിൽക്കാം. നമ്മൾ ആ ഒരു സാഹസത്തിലേക്ക് നമ്മൾ ഇടുന്നില്ല. അപ്പൊ ഞാൻ എന്റെ കാലും കൊണ്ട് തന്നെ ടച്ച് ചെയ്യുന്നുണ്ട്, കൈ കൊണ്ട് ഞാൻ ടച്ച് ചെയ്യാൻ പോകുന്നില്ല. അവൻ എന്നെ ടച്ച് ചെയ്ത് നിൽക്കുന്ന കേട്ടോ. കണ്ടോ അവിടെ വണ്ടി വരുന്നുണ്ട്, മാറിക്ക. അപ്പൊ ഇങ്ങനെയാണ് അവന്റെ സ്ഥിതിഗതികൾ. അപ്പൊ നിങ്ങളെല്ലാവരും, എനിക്കറിയാം നിങ്ങളും ഞാനും എല്ലാവരും ഞങ്ങളെല്ലാവരും കടിയൊക്കെ പ്രതീക്ഷയാണ്. ഓൾറെഡി ഞങ്ങൾ എന്താ പറയുക, അറിയാം ജർമ്മൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ജർമ്മൻ അവിടെ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് ഭയങ്കര ടൈമാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ എത്രത്തോളം ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എത്രത്തോളം ഫീൽ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. നേരിട്ട് കണ്ട ചേച്ചിക്ക് അല്ലേ ചേച്ചി ആ ഒരു സെക്കൻഡ് പ്രതീക്ഷയല്ലേ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലേ? അപ്പോൾ ആ ഒരു ടൈമാണ് കേട്ടോ നമുക്ക് ഇതിലൊരു കണ്ടന്റ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ചെയ്ത ജർമ്മൻ്റെ വീഡിയോ ഉണ്ടല്ലോ, ആ ജർമ്മൻ്റെ വീഡിയോയിൽ അങ്ങനെയായിരുന്നു. അവൻ ആ ഒരു കൂടിൻ്റെ ഏരിയയിൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ടെററായിരുന്നു. ആ ഒരു ഏരിയ കഴിഞ്ഞു പോകലാണ് ഏറ്റവും വലിയ സീന്. ആ കഴിഞ്ഞു പോകുന്ന ഏരിയ നടത്തിക്കൊണ്ട് വരണമല്ലോ, അപ്പോഴാണ് ആ പട്ടി കടിക്കാൻ നോക്കിയത്. ഇവരും ഞാൻ പ്രതീക്ഷ മിറ്റത്തിന് അവിടെ ഒരു കടിക്കുന്ന വിചാരിച്ചു. കടി കിട്ടിയാലും ചേച്ചി ഇവിടെ ഉണ്ടല്ലോ, ചേച്ചിയുടെ കയ്യിലേക്ക് കൊണ്ട് കൊടുക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. എന്തായാലും ആശ നമ്മളിവിടെ ഇറങ്ങി വന്നു, വേറെ ഒന്നും കാണിച്ചില്ല. ഇതാണ് സ്ഥിതിക്കാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അപ്പോൾ ആ ടാസ്ക് അങ്ങ് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് റോക്കി അല്ലേ, ഇതാണ് നമ്മുടെ റോക്കിയുടെ സൈസൊക്കെ കണ്ടില്ലേ, ഉഷാറായില്ലേ? ചേച്ചി അവനെ അങ്ങോട്ട് കൊണ്ടുപോകും, താഴേക്ക് കൊണ്ടുപോകും. ഇച്ചിരി ഹാപ്പിയിലാട്ടോ. നാക്ക് കിടക്കുന്നുണ്ടല്ലേ, അതായത് ഡോഗ് നമ്മൾ ഈ സൈഡിലേക്ക് നാക്കെടുത്തിരുന്ന്, ഞാൻ 1-2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നാക്കെടുത്തിട്ട് ഈ സൈഡിലേക്ക് ഇടുന്ന അവർ ഹാപ്പി മൂഡിലാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അവന് ഇച്ചിരി ഹാപ്പി മൂഡാ. അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. ചേച്ചിയുടെ പെറ്റാണ്, പക്ഷെ നമ്മളിപ്പോ ചേച്ചിനെ എന്തേലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആളുടെ വകുപ്പ് മാറും. നമ്മളുണ്ടോ കളി തുടങ്ങി. ഇപ്പൊ ഇത്ര പോരെ ചേച്ചി? ഹാപ്പി ചേച്ചി ഹാപ്പി. മോള് പ്രതീക്ഷയായിരുന്നു കടി? എപ്പോഴാ പ്രതീക്ഷ കടി? ആണോ? അല്ല ഞാനൊരു കാര്യം ചെയ്യട്ടെ ചേച്ചി, ഇവൻ നമ്മൾ ഇറങ്ങിയപ്പോ കടിച്ചെന്ന് വിചാരിക്കുക, ചേച്ചി പിടിക്കാൻ വരുമായിരുന്നോ? ആണല്ലേ? അല്ല സാധാരണ ഹാപ്പി, അവൻ ഹാപ്പി മൂടാ. ഹാപ്പി. അവനെ ഹാപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡോഗ് ഹാപ്പി എന്ന് പറയാൻ കാരണം അവരെ ഈ നാക്കൊക്കെ എടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിലെ ഈ അറിയാത്തവർക്കടെ, അറിയുന്നവർക്ക് ഇത് അറിയാവുന്ന കേട്ടോ, നമ്മുടെ വീട്ടിലെ ഡോഗ് നമ്മളെ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ ഈ നാക്കെടുത്ത് ഈ സൈഡിലേക്ക് ഇടും. ഇങ്ങനെ ഇരിക്കുന്ന നാക്കല്ലേ, ഇങ്ങോട്ട് നമ്മൾ തൂക്കിയിടും. എൻ്റെ ഡോഗ് ഉണ്ട് അലാഡിൻ, ഇവനെ പോലെ ജർമ്മന, അവനിങ്ങനെ നാക്കെടുത്തിടുമ്പോൾ ഞാൻ നാക്കപ്പിടിഞ്ഞുള്ളൂ, വേദനിച്ചോട്ടല്ല, ഇങ്ങനെ നാക്കിടുമ്പോൾ ഞാൻ നാക്കെ പിടിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇവർക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇവർ ഈ പറഞ്ഞ പോലെ എന്നാ ക്യാമറമാനൊരു ഓട്ടോ ഓടിയാ അങ്ങോട്ട്. ടീജ ലീശ് ഊരിപ്പോയി വിചാരിച്ചല്ലേ? ടീജ ഓടി ഉള്ളിക്ക്. നീ നമ്മുടെ ഫോണിൽ എടുത്ത് ടീജ നിലവില് എവിടെ എന്നറിയോ ടീജോ ഏതത് ഞാൻ കാണിച്ചു കേട്ടോ. ടീജോ ഇവിടെ നിന്നാ ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്, ഈ വണ്ടിയില്ലേ ഇവിടെ. ടീജോ ഓടി റൂമിനുള്ളിൽ കയറി. അതാണ് നിങ്ങൾ ഇത്ര നേരം ഒന്ന് ഒരു ക്യാമറയിൽ ഒരു ബ്ലറിങ് കണ്ട കേട്ടോ. ഞാൻ ടീജോ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത് സംഭവം. ഞാനും വിചാരിച്ചു ലീശ് ഊരി വിട്ടുന്ന. അല്ല ഞാനും വിചാരിച്ച ചേച്ചി ലീശ് ഊരി വിട്ടുന്നാ ഞാനും വിചാരിച്ചോ. സംഭവം ഈ ഇതിൽ കൊളുത്തിയാലും ഞാൻ കണ്ടില്ല, അവനിന്റെ അടുത്തേക്ക് വന്നല്ലോ. അപ്പൊ ഞാനെന്നാ നടന്നു പോകുന്ന പൊക്കോട്ടാന്ന് വിചാരിച്ചു. അപ്പോഴാണ് ടീച്ചർ ഓട്ടോ ഓടി. എന്താ റോക്കി ഇത്? കൊച്ചിനെ അമ്മ തുറന്നു വിട്ടെന്നാ ഞാൻ വിചാരിച്ചോ. ഞാനിവിടെ കുറച്ചേരം ഇരിക്കട്ടെ. ആയിരിക്കും. സിറ്റ് പറഞ്ഞോ, എന്താ പറയാ, സിറ്റാ പറയണ്ടേ? റോക്കി സിറ്റ്. റോക്കി സിറ്റ്. മുടുക്കൻ ഒരു ഷെയ്ക്കാൻ തരൂ. ഷെയ്ക്കാൻ തരില്ല, കടി വേണം തരാം. അത്ര അടുത്തേക്കൊന്നും വരണ്ട, എന്റെ അമ്മയുടെ അടുത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് വരണ്ട അല്ലേ? ഷെയ്ക്കാൻ തരൂ കൊച്ചു. ഷെയ്ക്കാനായിട്ട് തന്നെ. ഷെയ്ക്കാനാ റോക്കി? ഇല്ല ദേഷ്യം വന്നു. ഷെയ്ക്കാൻ വേണ്ട, ഞാൻ നീ പറഞ്ഞത് ഞാൻ കേട്ടു. ഇരിക്കാൻ പറഞ്ഞിരുന്നു, ഇനി കൂടുതൽ അടുത്തേക്ക് വരണ്ടത്. അപ്പൊ അത്ര ചേച്ചിയുടെ അടുത്ത് അവൻ ഇച്ചിരി കൂടെ കംഫോർട്ടാണ്. കാരണം ചേച്ചിയുടെ അടുത്ത് നിന്ന് അവൻ ഇച്ചിരി ധൈര്യശാലിയാണ്.
ഇപ്പൊ കണ്ടില്ല, നമ്മൾ ആ കൈ കൊണ്ട് വരുമ്പോൾ അവൻ നമ്മോട് വേണ്ട വേണ്ട എന്നുള്ള ഒരു സിഗ്നൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓവർ അങ്ങ് ഇതാക്കുന്നില്ല, ഇത്ര സമയം കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതല്ല നമുക്കൊക്കെ ഒരു ഫുൾ ഡേ ഒക്കെ അവസരം കിട്ടുവാണെങ്കിൽ നമ്മൾ ഇവനോട് ഓടിപ്പാഞ്ഞ് നടക്കും, അതറിയാം. ഇപ്പൊ എന്തായാലും നമ്മൾ ചേച്ചി വിചാരിച്ച പോലെ, ചേച്ചി ഇത്രയല്ലേ വിചാരിച്ചിട്ടുള്ളൂ, ഒന്ന് ഇറക്കി നടത്തിയാൽ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പം ശരി. ഇന്നൊരു ഒരു ഹായ് കൊടുത്തേക്ക്.